യെസ്, അഡ്വക്കേറ്റ് സുരേഷ് ബാബു, നോക്കൂ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്തുന്നില്ല. ഇപ്പോൾ ഇടത്താവളങ്ങളുണ്ട്, നിരവധി ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തരാണ് എത്തുന്നത് ഓരോ സീസണിലും, കോടാനുകൂടി അയ്യപ്പ ഭക്തരാണ് എത്തുന്നത്. ഇപ്പോൾ ഈ ഇടത്താവളങ്ങളിലൊന്നും അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഇപ്പോൾ പോട്ടെ, ചെങ്ങന്നൂർ, തിരുവല്ല, ആ പ്രദേശങ്ങളിലൊന്നും ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുമില്ല. നമുക്കറിയാം, ശബരിമല നേരത്തെ പറഞ്ഞതുപോലെ കാനന ക്ഷേത്രമാണ്. അപ്പോൾ പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് മാത്രമേ വികസനം സാധ്യമാക്കാനാവൂ. അവിടെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫെസിലിറ്റീസൊന്നും അവിടെ എത്തുന്ന അയ്യപ്പ ഭക്ത ആഗ്രഹിക്കുന്നില്ല, അവ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ കോടീശ്വരന്മാരായിട്ടുള്ള ഭക്തന്മാരെ അവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് അവരിൽ നിന്ന് നല്ലൊരു തുക സ്പോൺസർഷിപ്പായി വാങ്ങി എന്താണ് നടത്താൻ പോകുന്നത്? മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുക ആണെങ്കിൽ, സതുദ്ദേശപരമാണ് നിങ്ങളുടെ അജണ്ട എങ്കിൽ അത് കൃത്യമായും വ്യക്തമായും അത് പറയേണ്ടതല്ലേ? മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനെയൊരു വലിയൊരു സംഗമം സംഘടിപ്പിക്കില്ലേ, ആഗോള സംഗമം സംഘടിപ്പിക്കില്ലേ, ആ ആഗോള സംഗമത്തിൽ എങ്കിലും, ഞാൻ കഴിഞ്ഞ ദിവസം ഡിബേറ്റിൽ ചോദിച്ചതാണ്, അവിടെയെങ്കിലും ശബരിമലയിലെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കും ഈ ഭരണകൂടം എന്നൊരു പ്രമേയം അവതരിപ്പിക്കാനുള്ള ചങ്കൂറ്റം, ആർജവം ഈ സർക്കാരിന് ഉണ്ടോ? ഈ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനൊരു എന്താണ്, എനിക്ക് അങ്ങനെ എൻ്റെ രീതിയിൽ എനിക്കിതിന് മറുപടി പറയാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. കാരണം ഒരു തരത്തിലും ഒരു ആധാരമില്ലാത്ത, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ എന്തെന്നപ്പോൾ അതിനൊക്കെ മറുപടിയാണ് പറയേണ്ടത്? ഞാനൊരിക്കലും വിശ്വ ഹിന്ദു പരിഷത്ത് ഒരു രാഷ്ട്രീയ സംഘടനയാണെന്ന് പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കാനുള്ള വിവേകമൊക്കെ ഈ ഒരു എളിയൊരു ജീവി എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അതെ, ഈ പറയുന്ന BJP, RSS, BJP അടക്കമുള്ള ഇല്ല പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങ് കേട്ടതാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ല. അഥവാ പറഞ്ഞു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഞാനത് പിൻവലിച്ചു. ഞാൻ ആ രാഷ്ട്രീയ സംഹിതകളൊക്കെ, ആ സംഘടനകളൊക്കെ ഒരു രാഷ്ട്രീയത്തെ, ഹൈന്ദവ രാഷ്ട്രീയത്തെ പ്രകീർത്തിക്കുന്ന ആളുകളാണ്. അവർക്ക് ആ രാഷ്ട്രീയം വേണം. ഇതിൻ്റെ മാർക്സിസം ലെനിനിസത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് മറ്റൊരു ഭാഗത്തുള്ളവർ. അവർക്ക് ആ രാഷ്ട്രീയത്തെ കൊണ്ടുവരണം. അതിനു വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ ആശയ സംഘർഷത്തിൽ അല്ലെങ്കിൽ ആശയ സംവാദത്തിലാണ് ഇന്ന് കേരളം അകപ്പെട്ടിട്ടുള്ളത് എന്ന ഒരു പൊതു തത്വമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അതൊരു എൻ്റെ മനസാക്ഷി എന്നോട് ആ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനതിൽ ഒരു ഉറച്ചു തന്നെ നിൽക്കുന്നത്. പക്ഷേ ഈ ആഗോള സംഗമത്തിൽ നിന്ന് പണം അടിച്ചു മാറ്റുന്നു, അത് ക്ഷേത്രങ്ങളിലെ പണം അടിച്ചു മാറ്റുന്നു, ഇതൊക്കെ സ്ഥിരമായി ഒരു രാഷ്ട്രീയ പാർട്ടി സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന് വരെ അതിനൊരു തെളിവോ അതല്ലെങ്കിൽ അതിൻ്റെ ആധാരമോ ഇല്ല. ഒരു നിയമസഭക്കകത്തും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പവിത്രത നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ഭരണകൂടത്തിൻ്റെതുണ്ട്. അത് കൃത്യമായി നിർവഹിക്കും. ഞാൻ ഇപ്പോ അങ്ങനെ ഉത്തരവാദിത്തമുള്ള ഭരണകൂടത്തിന്റെ പോലീസാണോ ഇവിടെ ഇപ്പം ശബരിമല ക്ഷേത്രത്തിന്റെ സോപാനത്തിലേക്ക് ഷൂസ് ഇട്ടുകൊണ്ട് പോയത്? അങ്ങനെ പവിത്രത കാത്തു സൂക്ഷിക്കാൻ തയ്യാറുള്ള ഒരു നിയമസംഹിത അല്ലെങ്കിൽ അങ്ങനെ ഭരണമാണെങ്കിൽ ആ ഭരണത്തിന്റെ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസുകാരനാണ് അവിടെ ഷൂസ് വിട്ടുകൊണ്ട് സോപാനത്തിന് നടയിൽ പോയത്. ആ പവിത്രമായ 18-ാം പടിക്ക് മുകളിൽ സോപാനത്തിനോട് പോയത്. ആ പവിത്രത കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരാൾ, ഒരു വിശ്വാസിയായ ഒരാൾ, ഒരു ഭക്തനായ ഒരാൾ, ഒരു പോലീസുകാരനാണെങ്കിൽ അതൊക്കെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ട് നീ ഷൂ ഇട്ട് പോകണം എന്ന് പറഞ്ഞയച്ചിട്ട് വിശ്വസിക്കുക. മറിച്ച് അങ്ങനെയല്ല, അതല്ല. ഇവിടെ ഓരോ വ്യക്തികളും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ വന്നു ചേരുന്ന ഒരു പ്രദേശത്ത് ഏതെങ്കിലും ഒരിടത്ത് ഒരു വൈബ്രേഷൻസ്, ഒരു വേരിയേഷൻസ് ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒരു ഭരണകൂടത്തിന്റെ കുറ്റമായി, തെറ്റുകളായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ അത് എവിടെയും ചെന്ന് പോലീസിന്റെ സഹായത്തോടെ 2 യുവതികളെ സന്നിധാനത്ത് എത്തിച്ചത്, മല കയറ്റി അവിടെ സന്നിധാനത്ത് എത്തിച്ചത് ഇതേ സർക്കാരാണ്. മാത്രമല്ല, നേരത്തെ ശ്രീ വിജി തമ്പി പറഞ്ഞതുപോലെ എന്ത് പുച്ഛത്തോടെയാണ്, പരിഹാസത്തോടെയാണ് പിണറായി വിജയൻ്റെ പരാമർശങ്ങൾ ഉണ്ടായത്.
അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ശബരിമലയിൽ കഴിഞ്ഞില്ലേ? അതെല്ലാം കഴിഞ്ഞില്ലേ? ഒന്നും കഴിഞ്ഞിട്ടില്ല. അതിന്റെ ശിക്ഷയും വാങ്ങിച്ചില്ലേ? അതെന്നോ കഴിഞ്ഞില്ലേ? ആ ശിക്ഷ പോരാ. അതെന്നോ കഴിഞ്ഞ്. ആഗ്രഹിച്ച നിങ്ങൾക്ക് ഗുണം കിട്ടിയില്ല. സംഘടിപ്പിക്കുന്നതെങ്കിൽ ഈ അതായത് നിങ്ങളുടെ പാവം അത് കഴുകിക്കളയാനാണ് ഇത്തരം ഒരു സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഇതൊക്കെ നടക്കില്ല. ഭാഷയുടെ ചാതുര്യം കേട്ട്, ഭാഷയുടെ ചാതുര്യം ഉപയോഗിച്ച് പിന്നെ ഇത്തരം വ്യാഖ്യാനങ്ങളൊക്കെ നടത്തുന്നതിനോട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനോ ഒരു പൊതുപ്രവർത്തകനോ ഒന്നും പ്രതികരിക്കാനാവില്ല. കാരണം പാവം കളയാനാണ് ക്ലിഫ് ഹൗസിൽ ഗോശാല ഉണ്ടാക്കിയതൊക്കെ പറയുമ്പോൾ അതിനോടൊന്നും യുക്തിസഹമല്ല. അല്ല, നമ്മുടെ സമൂഹത്തില് നമ്മളെ ജനൻ ടി വി പോലെയുള്ള ജനങ്ങൾ കാണുന്ന ഒരു ടി വിയിൽ നമ്മൾ കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി എല്ലാ കാര്യങ്ങളെയും സമീപിക്കണം. ജനങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. എന്റെ വിശ്വാസം അതാണ്. അതുകൊണ്ടാണ് എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയാൻ. ഞാനൊരു പൊതുയോഗത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ വന്ന് ആരുടെയെങ്കിലും നാട്ടിൽ വന്ന് പൊതുയോഗത്തിൽ ഞാൻ പ്രസംഗിച്ചു തരാം. ഇതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞു തരാം. ഇതേ ഭാഷയിലും ഇതേ രൂപത്തിലും ഇതേ ഭാവത്തിലും. പക്ഷെ ജനൻ ടി വി പോലെയുള്ള ഒരു ടി വിയിൽ ഇരുന്നു കൊണ്ട് കോടിക്കണക്കിനോ ലക്ഷക്കണക്കിനോ ആളുകൾ കാണുന്ന പ്രേക്ഷകരുടെ സമൂഹത്തിന്റെ മുമ്പിൽ നാം സ്വയം ചെറുതാകാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങളിൽ പലതിനോടും പ്രതികരിക്കാൻ പറ്റാത്തത്. അത്